DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറാനിൽ നടക്കുന്ന യുദ്ധത്തിന്റെ കെടുതികൾ 3000 കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യയിലെ സാധാരണക്കാരുടെ അടുക്കളയിലേക്ക് കടന്നുകയറി തുടങ്ങിയിരിക്കുകയാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന പാചകവാതക വിതരണ പ്രതിസന്ധി കേരളത്തിലെ ഗാർഹിക വാണിജ്യ മേഖലകളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ US സംഘർഷത്തെ തുടർന്ന് പാചകവാതക വിലയിലുണ്ടായ വർധനവും വിതരണത്തിലെ കുറവുമാണ് പ്രധാന വെല്ലുവിളിയാകുന്നത്. ലോകത്തെ പ്രധാന ഊർജ്ജ വിതരണപാതയായ ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി അടച്ചതോടെ ഇന്ത്യയിൽ പാചകവാതക വിതരണത്തിൽ വലിയ കുറവുണ്ടായിരിക്കുകയാണ്. മാത്രമല്ല, സിലിണ്ടർ ബുക്കിംഗിൽ നിയന്ത്രണം തുടരുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ ഉപഭോക്താക്കളുടെ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. വീടുകളേക്കാൾ ഉപരിയായി ബംഗളൂരു, ചെന്നൈ, മുംബൈ, ലക്നൗ തുടങ്ങിയ നഗരങ്ങളിലെ ഹോട്ടലുകളെയും റെസ്റ്റോറൻറ്റുകളെയുമാണ് ഈ പ്രതിസന്ധി ഏറ്റവും കഠിനമായി ബാധിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പാചകവാതക ആവശ്യത്തിന്റെ 60% ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. ഇതിൽ 85 മുതൽ 90% വരെ ഇറക്കുമതിയും വരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഏത് സംഘർഷവും ഇന്ത്യയുടെ വിതരണ ശൃംഖലയെ നേരിട്ട് ബാധിക്കുന്നതാണ്. പ്രതിവർഷം 31 ദശലക്ഷം ടൺ LPG ആണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഇതിൽ 87% വീടുകളിലെ ആവശ്യത്തിനായാണ് ഉപയോഗിക്കുന്നത്. ഇറക്കുമതി തടസ്സപ്പെട്ടതോടെ വിതരണം അവതാളത്തിലായി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വിതരണം നിലച്ചത് ഹോട്ടൽ മേഖലയെ തളർത്തിയിരിക്കുകയാണ്. മുംബൈയിലെ 20% ഹോട്ടലുകൾ പ്രതിസന്ധിയെ തുടർന്ന് അടച്ചതായി ഹോട്ടൽ അസോസിയേഷനായ ആഹാറിനെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു. വരും ദിവസങ്ങളിൽ വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ 50% ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ദാദർ, അന്ധേരി തുടങ്ങിയിടങ്ങളിലെ ഹോട്ടലുകൾ പാചകവാതകം ലഭിക്കാനായി മെനുകളിലെ വിഭവങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും പ്രവർത്തന സമയം പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കർണാടകയുടെ IT ഹബ്ബായ ബംഗളൂരുവിലും സ്ഥിതി സമാനമാണ്. പ്രശസ്തമായ വിദ്യാർത്ഥി ഭവൻ ഉൾപ്പെടെയുള്ള ഭക്ഷണശാലകൾ പാചകവാതക ലഭ്യത കുറവായതിനാൽ അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്ന് ഉടമകൾ പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ ചെന്നൈയിലും ഹോട്ടൽ അസോസിയേഷനുകൾ സമാനമായ ആശങ്ക കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് അയച്ച കത്തിൽ പങ്കുവച്ചിട്ടുമുണ്ട്. ചെന്നൈയിലെ പ്രശസ്തമായ ഹോട്ടൽ അന്നപൂർണ വിഭവങ്ങൾ കുറയ്ക്കാനും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. പൂനെ, പുതുച്ചേരി തുടങ്ങിയ നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളെയും ഈ സാഹചര്യം സാരമായി ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് നടപ്പിലാക്കിയിരിക്കുകയാണ്. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് നടപ്പിലാക്കിയതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചിട്ടുണ്ട്. LPG ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കാൻ റിഫൈനറികൾക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിസന്ധി നേരിടാൻ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാചകവാതകം പൂർണ്ണമായും ഗാർഹിക ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാനാണ് കേന്ദ്ര തീരുമാനം. ഇറക്കുമതി ചെയ്യുന്ന LPG വിതരണത്തിൽ ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രഥമ പരിഗണന നൽകാനും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയുന്നതിനായി സിലിണ്ടർ ബുക്കിംഗുകൾക്കിടയിൽ 25 ദിവസത്തെ ഇടവേളയും മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപയും വാണിജ്യ സിലിണ്ടറുകൾക്ക് 115 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. അതും ഗുണഭോക്താക്കൾക്ക് വലിയ പ്രതിസന്ധിയാണ് നൽകുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വ്യക്തമാക്കുന്നതെങ്കിലും ഗ്യാസ് സിലിണ്ടറിലെ ബുക്കിംഗ് നിയന്ത്രണവും അതോടൊപ്പം സിലിണ്ടർ വില വർദ്ധിച്ചതുമൊക്കെ ഗുണഭോക്താക്കൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഉൽപ്പാദനത്തിലും വിതരണത്തിലും തടസ്സം നേരിട്ടേക്കുമെന്ന ആശങ്കയും ജനങ്ങൾക്കിടയിലുണ്ട്. ഈയൊരു കാര്യത്തിൽ സോഷ്യൽ മീഡിയകളിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ശ്രദ്ധിക്കാതെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ അംഗീകൃത ഗ്യാസ് ഏജൻസികളുടെ ഭാഗത്തു നിന്നും വരുന്ന അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. വീട്ടിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ഉള്ളവരും 2 ഗ്യാസ് സിലിണ്ടറുകൾ ഉള്ളവരും ബുക്കിംഗുമായും മറ്റും ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ഏജൻസിയുമായി ബന്ധപ്പെട്ട് തന്നെ മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.